എന്താ ഗിരി? എന്താ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും എനിക്കൊരു സിഗ്നൽ തന്നാ പോരെ? എന്തെങ്കിലും പറഞ്ഞ ഒഴിവായിട്ട് ഞാനിങ്ങ് പോരില്ലേ? അപ്പൊ ഞാൻ സുമിയോട് കയ്യും കലാശവും കാണിച്ചൊന്നും സുമി കണ്ടില്ലേ? ബെസ്റ്റ്. ഇതിനിടെ അതും സംഭവിച്ചോ? എനിക്കത് മനസ്സിലായില്ലെന്ന് മാത്രമല്ല, ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഗിരിയുടെ ഉദ്ദേശം നല്ല കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അതൊക്കെ പോട്ടെ, എന്താ അത്യാവശ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു? അല്ല, അത് പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പുറത്തു പോകണം. ആകാശിന്റെ വീട്ടിലേക്കാണോ? ഇപ്പൊ നേരെ എത്രയെന്ന് വിചാരിച്ചിട്ടാ ഈ രാത്രി ഇത്രയും വൈകിട്ട് നമ്മൾ അവിടെ കയറി ചെന്നാൽ എങ്ങനെയാ? അയ്യോ, അതിന് ആകാശിന്റെ വീട്ടിൽ പോണ കാര്യമാണെന്ന് ആര് പറഞ്ഞു? പോരെങ്കിൽ ഇന്ന് രാത്രിയത്തെ കാര്യമല്ല, നാളെ മറ്റോ നമ്മള് രണ്ടുപേരും മാത്രമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. പഴയതുപോലെ ആ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വല്ലതും ആണോ? സുമി അത് ഇതുവരെ മറന്നില്ലേ? അത് ഞാൻ എന്റെ ജന്മത്തെ മറക്കില്ലല്ലോ. അത് വിട്ടുകളെ സുമി. ഇനി ദൈവത്തെ ഓർത്ത് അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സൗകര്യം പോലെ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടൊരു ഔട്ടിങ് പോകുന്ന കാര്യമാണ്. ശരിക്കും? ആ, എന്തായാലും ഇത്തവണ കാക്ക മലർന്നു പറക്കും. എന്നാ പിന്നെ ഇനി കാക്ക അങ്ങോട്ട് മലർന്നു തന്നെ പറക്കേണ്ടി വരും. അതെ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് സുമി എന്താ ചോദിക്കാത്തെ? ശരിയല്ലേ കക്ഷി, വൈകിട്ട് ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ ആയിരിക്കും പരിപാടി, അല്ലാതെന്താ? എന്നാലല്ല, ഇത്തവണ അതിനൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് സുമിതയായിരിക്കും. ഇതെന്തു പറ്റി ഗിരിക്ക് ഇങ്ങനെ ഒരു മാനസാന്തരം സംഭവിക്കാനായിട്ട്? എവിടെ പോണോന്ന് പറ. അതിപ്പോ എവിടെ പോണെന്ന് ചോദിച്ചാ, എറണാകുളത്തപ്പം ഗ്രൗണ്ടില് ഒരു കാർണിവൽ നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെന്താ, ഫിക്സ്ഡ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് സമ്മതിച്ചാലേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. അവിടെ തൊട്ടിലാട്ടം ഉണ്ട്, അതില് ഗിരി കയറണം. തൊട്ടിലാട്ടോ? അതെന്തോന്ന് സാധനം? ഈ യന്ത്ര ഊഞ്ഞാലേ. അയ്യോ, അത് വേണോ? എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാർണിവൽ വേണ്ട. ആ യന്ത്ര ഊഞ്ഞാലിൽ കേറിയാലേ ആ കാർണിവൽ പോകുന്ന മുതലാവുള്ളൂ. നമുക്ക് കടമക്കൊടിയിൽ പോയിട്ട് ആ കൊതുമ്പ് വെള്ളത്തിൽ കയറിയാലോ? അത് പിന്നെ സുമി, ഈ വെള്ളവും വള്ളവും എന്നൊക്കെ പറയുന്നത് എനിക്ക് സെറ്റ് ആവില്ല. എന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഗിരി തന്നെ അങ്ങ് തീരുമാനിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. Communication is not always about talking. It is also about listening. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ബോഡി ലാംഗ്വേജ് ആണ്. There are certain gestures which radiate lack of confidence. All right. So we shall continue this tomorrow. Thank you. Thank you, ma'am. Thank you, ma'am. റെസിഗ്നേഷൻ ലെറ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനത് ഗിരി സാറിന് കൊടുക്കും. വൺസ് അഗെയിൻ ഐ എം സോറി ഫോർ എവറിത്തിങ്. എനിക്ക് ആരുടെയും ജോലി കളയണമെന്ന് ഒരു താല്പര്യമില്ല.
പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിൽ. അത് ഐഷുവിനെ ഓർത്ത് മാത്രാണേ. തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനും നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളിവിടെ ജോലിയിൽ തുടരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ കിരൺ ഇന്നലെ പറഞ്ഞ പോലെ ഒരു പ്രശ്നവും ഞാനും കിരിയും തമ്മിലില്ല. സോ ബെറ്റർ. ഇതിലൊന്നും കിരൺ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. അയ്യോ സോറി മാഡം, ഞാനത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പ്രൊഫഷണൽ എന്ന രീതിയിലും ഗിരിസാറിനെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പാ. എനിക്ക് പറയാൻ പോകുന്ന കാര്യം മേഡം എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പറയാതിരുന്ന അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അതുകൊണ്ട് വിത്ത് യുവർ പെർമിഷൻ. എന്താ ഉദ്ദേശിക്കുന്നത്? മേഡം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരിക്കലും മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കല്ല. ദൈവത്തെ ഓർത്ത് അങ്ങനൊന്നും വിചാരിക്കരുത്. എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ മാഡം, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഗിരിസാറിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നൊരു വാർത്തയാണിത്. ഇതിനെക്കുറിച്ചാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ച്. പ്രതീക്ഷ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവർക്ക് ഗിരിസാറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്തു തന്നെയായാലും അതിന്റെ പേരിലാണ് അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലിലായതും. ഇത് ഐശ്വര്യ പോലും അറിയാതെ ഞാൻ ഒളിപ്പിച്ചത് സുമിയുടെ അല്ല മാഡത്തിന്റെ ലൈഫിൽ ആരുടെയും മോശമായിട്ടുള്ള നോട്ടം പോലും വരാതിരിക്കാനാ. നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബജീവിതം നന്നായിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ഞാൻ തുറന്നു പറയാൻ തീരുമാനിച്ചത്. ഐ എം സോറി ഇഫ് ദിസ് ഹേർട്ട് യു. എന്താടാ എന്തെങ്കിലും തീരുമാനമായ? എന്താണ്? ആ നിന്റെ ഡേറ്റിംഗ് പ്ലാൻ എന്തായെന്ന് ചോദിക്കാൻ സ്നേഹ പറഞ്ഞു. ഡേറ്റിങ്ങോ? എന്തായാലും വേണ്ടില്ല, നീ പ്ലാൻ എന്താന്ന് പറ. എടാ അതാണല്ലോ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്. എന്താ ഇത്? ഇന്നത്തെ ദിവസം എറണാകുളം നഗരത്തിൽ നടക്കാൻ പോകുന്ന സർവ്വ പരിപാടികളുടെയും എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ കാർണിവൽ നടക്കുന്നുണ്ട്. അത് വേണ്ടാന്ന് ഞാൻ സുമിയോട് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ഇതാ ഇന്നൊരു കവിയരങ്ങ് നടക്കുന്നുണ്ട്, അതിന് പോയാലോ? എന്റെ ഗിരി, എടാ അതൊന്നും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, എന്നാ പിന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് പുഷ്പമേള നടക്കുന്നുണ്ട്, അതായാലോ? എടാ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയ ഒരു ഓപ്ഷൻ നോക്ക്. ഒരു കാര്യം ചെയ്യ്, സുഭാഷ് പാർക്കിൽ പോയി കായൽ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മ്യൂസിക് ഒക്കെ ആസ്വദിച്ചിരിക്കാലോ. നിങ്ങൾക്കാണെങ്കിൽ മനസ്സ് തുറന്ന് വർത്താനം പറയും ചെയ്യാം. ഈ പ്രാവും കാക്കയൊക്കെ ഉണ്ടല്ലോ, കാഷ്ടിച്ചാകെ വൃത്തികേടായിരിക്കും, അതെനിക്ക് ശരിയാവില്ല. മറൈൻ ഡ്രൈവിൽ ഫുഡ് ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ ബോട്ടിൽ കയറി വെല്ലിംഗ്ടൺ ഐലൻഡിൽ പോയി താജ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരു അടിപൊളി ബുഫെ കഴിക്കും. അതെങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? ഓ ഇവന്റെ ഒരു കാര്യം, തിന്നുന്ന കാര്യം വിട്ട് മറ്റെന്തെങ്കിലും ചിന്തിക്കണം. ആ പരേഡ് ഗ്രൗണ്ടിൽ പ്രോപ്പർട്ടി എക്സ്പോ ഉണ്ട്. അത് വേണ്ട, അത് സുമിക്ക് ഇഷ്ടാവില്ല. വേറെ നോക്കാം.
ഓഹോ, ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കാൻ പഠിച്ചു അല്ലേ? ആ ദേ, നാളെ വൈകിട്ട് ദർബാർ ഹാളിൽ ഷഹബാസ് സമന്റെ ഒരു ഗസൽ സന്ധ്യയുണ്ട്. ഈ ഗസലൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണെന്ന് പണ്ട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. എന്നാ പിന്നെ വേറൊന്നും ചിന്തിക്കണ്ട, ഡെസ്റ്റിനേഷൻ അത് തന്നെ ഫിക്സ് ചെയ്തു. ഈ ലാപ്ടോപ്പിനകത്തെ കണക്കിന്റെ ഫയലുകൾ മാത്രം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. നീ ആളങ്ങ് മോശമില്ലല്ലോ. എടാ, നീ അതിന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക്. സുമിയോട് പറയരുതെന്ന് സ്നേഹയോട് പ്രത്യേകം പറയണം. സർപ്രൈസാണ്. അപ്പൊ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പഠിച്ചോ? നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പഴാ റൊമാൻറ്റിക് ഹസ്ബൻഡ് ആയത്. പോടാ അവിടുന്ന്. ഹായ്. വരൂ. പ്രതീക്ഷ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവർക്ക് ഗിരിസാറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ആ സുമി, നാളെ വൈകുന്നേരം നമുക്കൊരിടം വരെ പോകാനുണ്ടേ. നാളെ സുമി ഒരു 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തോളൂ കേട്ടോ. ഹലോ സുമി, താനിത് എവിടെയാ? ഇവിടെ ഒന്നും ഇല്ലേ? ഞാൻ പറഞ്ഞത് വല്ലതും താൻ കേട്ടോ? എന്താ ഗിരി പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, താനൊന്നും കേട്ടിട്ടുമില്ല. പോരെ? അല്ല, ഞാൻ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐ എം റിയലി സോറി. ഗിരി പറയൂ. ഏയ് ഒന്നുമില്ല, വിട്ടേക്കൂ. എന്തായാലും അതൊരു സർപ്രൈസ് ആണല്ലോ. ഞാനിപ്പോ പറയുന്നില്ല, താനത് അപ്പം അറിഞ്ഞാൽ മതി. പ്രതീക്ഷയുടെ കാര്യം ഞാൻ ഗിരിയുടെ അടുത്ത് പറയണോ? I'm sorry to disturb you. Pratiksha is in town. Do you wish to meet her?
ഹലോ കിരൺ, എന്തേ അങ്ങനെയാണെങ്കിൽ ആ കാഴ്ച കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ശരി. അപ്പൊ ശരി. എന്താ കിരണിന്റെ ഉദ്ദേശം? നീ വീണ്ടും സുമിതയുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോവാണല്ലേ? നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഓഫീസിൽ കൊളീഗ്സിന്റെ മുന്നിൽ വെച്ച് എന്നെ സുമിത അപമാനിച്ചെന്റെ മറുപടി മാത്രമാണ് ഞാൻ ഈ കൊടുക്കുന്നത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇതിലില്ല. ഇനിയും നീ പറയുന്ന കള്ളങ്ങള് ഞാൻ വിശ്വസിക്കണോ കിരൺ? സുമിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നീ ആരെയാ വിളിക്കുന്നത്? വേറെ ആരെയല്ല, സുമിയെ തന്നെ. അവളോട് നിന്റെ കള്ളത്തരങ്ങള് ഇപ്പൊ തന്നെ പറയണം. കിരൺ, ഫോൺ തരാനാ പറഞ്ഞത്. കിരൺ, നീ എന്തീ കാണിക്കുന്നത്? കിരൺ, നീ എന്തോ ഈ കാണിക്കുന്നത്? കിരൺ, കിരൺ, ശ്ശെ. ശ്ശെ. നീ ഇപ്പൊ അങ്ങനെ അവളെ വിളിക്കണ്ട. നീയും സുമിയും കൂടെ വിചാരിച്ച ഒരുപക്ഷെ എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യ്. പക്ഷേ എനിക്കേറ്റ അപമാനത്തിന്റെ കണക്ക് ഞാൻ എന്തു വന്നാലും തീർക്കും. എന്റെ പദ്ധതികൾ പൊളിക്കാൻ ശ്രമിച്ച അതാരായാലും വിവരം അറിയും.